ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് എനിക്ക് സ്രാവിൻ്റെ എഗ്ഗ് വാങ്ങിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ആ ഒരു പൂതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 200 എബോവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര വഴുവഴുപ്പാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയായിരുന്നു. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറുന്ന വരെ, വൈറ്റ് കളറാവുന്നത് വരെ തന്നെ കഴുകുമായിരുന്നു. പിന്നെ മറ്റേ പലിഞ്ഞിൻ പോലെയൊന്നും അങ്ങനെ പൊടിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. അത് ഇതേപോലെ വൈറ്റ് കളർ വരുന്നുണ്ടോ വെള്ളത്തിന്. പിന്നെ പിടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ. ഇത് അങ്ങനെ തന്നെ പാനിലിടാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, മീൻ മുറിക്കുന്ന പോലെ കഷ്ണങ്ങളാക്കി വെച്ച് അതൊന്നുകൂടെ ഒന്ന് കഴുകി. കാരണം ചെറിയൊരു ബ്ലഡിൻ്റെ അംശമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ചൂടുവെള്ളത്തിൽ കഴുകണമെന്നൊന്നുമില്ല കേട്ടോ, സാധാ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പിടിക്കുമ്പോൾ തോന്നും ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നും, പക്ഷെ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇനി വേപ്പിലയും കൂടി കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മീൻ വറക്കാൻ വെക്കുന്ന പോലെ ഒന്ന് എല്ലാം നിരത്തി വയ്ക്കുക. ചില ആൾക്കാർ ഇങ്ങനെ കുത്തിപ്പൊരി പോലെ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്കത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു മൂന്നാല് തവണയായി മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് സാധാ മീൻ വറക്കണ പോലെ വറുത്ത് കഴിക്കുന്നതന്നെയാണ് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയേക്കണത്. കുത്തിപ്പൊരി എന്ന് പറയുമ്പോൾ ടേസ്റ്റ് കുറവൊന്നുമില്ല, എന്നാലും എനിക്ക് തോന്നിയിരിക്കണേ ഇതാണ് ബെറ്റർ എന്ന് തോന്നിയിരിക്കണേ കേട്ടോ. അപ്പം ഞാൻ മൂടി വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് വേവിക്കുന്നത്. കാരണം ഉള്ളൊക്കെ വേവാൻ നല്ല പാടാണ്. പിന്നെ ഇത് നല്ല നെയ്യാണ്, അപ്പോൾ നല്ല ടൈം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര കറുത്തിരിക്കുമ്പോൾ കരിഞ്ഞു പോയി തോന്നും, പക്ഷേ ഇല്ല, ഇതിൻ്റെ കളറ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സ്രാവിൻ്റെ പലിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചിലതിൽ ഒരു കയ്പ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ എനിക്ക് അത്ര കയ്പൊന്നും തോന്നിയില്ല. എന്നാലും കഴിക്കാനൊക്കെ നല്ല സാധ്യത. നെയ്യാണ്, അമ്മാതിരി നെയ്യ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചെന്നുള്ളൂ. കാരണം ഇതിൻ്റെ നെയ്യ് തന്നെ ശരിക്കും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ കാണുമ്പോൾ വേവാത്ത പോലെ തോന്നിയാലും ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്.